നിങ്ങളന്ന് ആശുപത്രിയിലേക്ക് എങ്ങനെ പോയത്? ഐ മീൻ, നിങ്ങളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ഒറ്റയ്ക്കാണോ പോയത്? അതുമല്ല മറ്റേതെങ്കിലും വണ്ടിയിലാണോ പോയത്? എന്റെ കൂടെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് നടന്നാണ് അങ്ങോട്ടേക്ക് പോയത്. അത്രയ്ക്ക് മഴയും തണുപ്പുള്ള ഒരു രാത്രിയില് പൂർണ്ണ ഗർഭിണിയായി നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോയത്? അതിന് മഴയില്ലായിരുന്നല്ലോ. മിസ് പാർവതി, അന്ന് രാത്രി മൂന്നാറില് പേര് മഴയായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയില്ല? അന്ന് മഴ പെയ്തെങ്കിൽ എന്താ? മഴ ഈ കേസ് തമ്മിൽ എന്താ ബന്ധം? അന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് മിസ് പാർവതിക്ക് പറയാൻ കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു പെരുമഴ പെയ്ത സമയമായിരുന്നു. അത്രയും വലിയൊരു പെരുമഴ മിസ് പാർവതി എങ്ങനെയാ മറന്നുപോയത്? അത് ഞാൻ മറന്നുപോയതാ. ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ശരിക്കും നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഒറ്റയ്ക്ക് നടന്നാ ഞാനന്ന് ഹോസ്പിറ്റലിൽ എത്തിയത്. ഓഹോ, ഓക്കെ, ഇനി നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സാക്ഷികൾ ഇനി എത്ര പേരുണ്ട് മിസ്റ്റർ അർജുൻ? ഇനിയും ആൾക്കാരുണ്ട് സർ. അതിലൊരാള് നിങ്ങളാണ്. വാട്ട്? അതെ സർ. എനിക്ക് നിങ്ങളോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിലേക്കൊന്ന് കയറി നിൽക്കണം. മേല് സാറിന് എന്താ എത്ര ഇൻട്രസ്റ്റ്? ഞാനൊരു മനുഷ്യ ഇത്രയും നാളും പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് കണ്ടില്ല. എക്സ്ക്യൂസ് മീ, ഐ മീൻ, ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ എത്ര കേസിൽ വാദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് കേസുകൾ വാദിച്ചിട്ടുണ്ട്. എല്ലാ കേസുകളും കാശ് വാങ്ങിയല്ല ഞാൻ വാദിക്കാറുള്ളത്. ഓക്കെ, നിങ്ങളിപ്പോ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റിലാണ്. ഇവിടുത്തെ ആവശ്യത്തിന് ഒരു കാറും വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം കാശ? ഒന്ന് പറയണം സാർ, ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം കാശിനാണോ ചെയ്തത്, അതോ ഏതെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നോ? അതിന് കേസായിട്ട് ബന്ധമില്ല. അതിന് ഈ കേസുമായിട്ട് ബന്ധമുണ്ട് സാർ. സോറി യുവർ ഓണർ, ആ വിവരങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ ഞാൻ പറയാം. നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, താമസിക്കുന്ന ഹോട്ടൽ ബിൽസ്, പിന്നെ കാറ്, ഇതിനെല്ലാമുള്ള കാശ് ഒരാൾ പേ ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, മിസ് സരയു. ഇതെല്ലാം തെളിയിക്കുന്ന രേഖകളാണ് യുവർ ഓണർ. സരയു, സരയു, സരയു. എന്താ ആന്റി ഇത്? എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് സരയുവിന്റെ തലയിലാണല്ലോ വന്ന് വീണത്. അടുത്തതിനി നിന്റെ തലയിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്ക്. നെക്സ്റ്റ് അവൻ കൂട്ടിക്കേറ്റാൻ പോകുന്നത് നിന്നെയായിരിക്കും.
മിസ് സരയു, നിങ്ങളുടെ ജോലി എന്താണ്? ബിസിനസ് ബിസിനസ്സുകാർക്ക് ഈ കോടതിയിൽ എന്താ കാര്യം? എന്ന് വെച്ചാ എന്ന് വെച്ചാ ലോയർ ചാണക്യൻ സാറിനെ നിങ്ങളല്ലേ സ്പോൺസർ ചെയ്തിരിക്കുന്നത്? അത്തരം ചാരിറ്റീസ് ഒക്കെ നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങളുടെ പക്കൽ ഒരുപാട് കാശുണ്ടാവും, ആരെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. പക്ഷെ ഇത്ര കൃത്യമായിട്ട് പാർവതിയുടെ കേസ് വാദിക്കാൻ വേണ്ടി മാത്രം ലോയറെ സ്പോൺസർ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ ഇതൊന്നും ലോയറിന് വേണ്ടി ചെയ്തതല്ല, പാർവതിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തേ. പാർവതിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. അതല്ലെങ്കിൽ മിഥുൻ നന്ദന്റെ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ മത്സരിക്കാൻ തുടങ്ങിയ കാലം തൊട്ടോ? അതുമല്ല, മിഥുൻ നന്ദന്റെ കമ്പനി കോട്സ് ചെയ്ത ടെൻഡർ നിങ്ങളുടെ കൈവിട്ടു പോയ അന്നു മുതലോ? നിങ്ങളിതെല്ലാം പാർവതിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തതാണ്, അതല്ലെങ്കിൽ മിഥുൻ നന്ദനോടും കുടുംബത്തോടുമുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്തതാണ്? മറുപടി പറയണം മിസ് സരയു. എന്നാ പിന്നെ ഞാൻ തന്നെ പറയട്ടെ. നിങ്ങളും മിഥുൻ നന്ദനും തമ്മിൽ ബിസിനസ്സിൽ ശത്രുതയുണ്ട്. അവരുടെ കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടേതാക്കണമെന്ന് ആഗ്രഹം അത് നടക്കാതെ വന്നപ്പോഴാണ് മിഥുനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്. മിഥുൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ചക്കി എന്ന കുഞ്ഞിനെ അവിടെ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. അതിനുവേണ്ടി പാർവതി എന്ന പെൺകുട്ടിയെ കാശ് കൊടുത്ത് അയച്ചു. Am I right? പറയാൻ സരയു, നിങ്ങൾ സത്യം പറയേ. ഇനിയും കള്ളം പറയുന്നു വിചാരിക്കരുത്. വേഗം പറയണം. മൈലോഡ്, എന്റെ ക്ലയന്റിന്റെ ബോധം പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കണം. വേഗം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അവർ ഓക്കെ ആയതിനു ശേഷം വീണ്ടും നമുക്ക് സെഷൻസ് ആരംഭിക്കാം. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ് ഫോർ 2 hours. എന്തൊക്കെയാ മഞ്ജരി ഇത്? കഥ മുഴുവൻ കീഴ്മേൽ മറിഞ്ഞല്ലോ. ആ അർജുൻ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഫ്ലാഷ് ബാക്ക് മുഴുവൻ എല്ലാരെയും അറിയിച്ചല്ലോ. ശരിയാണ് ആന്റി, ചക്കി മേഘനയുടെ മകൾ തന്നെയാണെന്ന് എല്ലാവരും അറിഞ്ഞു പോകുമെന്ന് ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ആ സത്യം പുറത്തറിഞ്ഞാ പിന്നെ ഇപ്പൊ തന്നെ കേസ് ക്ലോസ് ആയേനെ. നിനക്ക് നിന്റെ ലഗേജും കൊണ്ട് ഇറങ്ങുകയും ചെയ്യാം. ദൈവം ഇപ്പൊ നിന്നെ രക്ഷിച്ചത്. ദൈവമല്ല ആന്റി, ചക്കി തനിക്ക് ജനിച്ച മകളാണെന്നറിയാതെ മേഘന പറഞ്ഞ വാക്കുകൾ എന്നെ രക്ഷിച്ചത്. കാര്യങ്ങൾ ഇത്രയും ദൂരെ എത്തിയ സ്ഥിതിക്ക് ആ സത്യങ്ങൾ ആരും അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്താണെങ്കിലും നിനക്കാണ് പ്രശ്നം മഞ്ജരി. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ എസ്കേപ്പ് ആവണമെങ്കിൽ മിഥുനെ എങ്ങനെയെങ്കിലും മേഘനയ്ക്ക് എതിരാക്കണം. എന്തുകൊണ്ട് ഈ സത്യം പറഞ്ഞില്ലെന്ന് ചോദിച്ച് മിഥുനെ മേഘനയ്ക്കെതിരെ തിരിക്കണം. എന്നാലേ ഈ ടോപ്പിക്ക് ഡൈവേർട്ട് ആക്കാൻ പറ്റുള്ളൂ ആന്റി. ദേ നോക്ക്, മിഥുൻ അവിടെ ഒറ്റയ്ക്കാ നിൽക്കുന്നത്. വേഗം ചെല്ല്. നിനക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കുത്തിവെച്ചിട്ട് വാ. പൊയ്ക്കോ. മേഘന മിഥുനെ ഇങ്ങനെയൊക്കെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അവൾ എന്ത് ചെയ്തെന്ന മറന്നോ? അവള് മൂന്നാറില് ഭാസ്കറിന്റെ വീട്ടിലായിരുന്നു പറഞ്ഞില്ലേ? അവൾ ആ കാര്യം നിന്നോട് മറച്ചു വെച്ച എന്തിനാ? എപ്പോഴും കള്ളേ പറയും. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ മിഥുൻ? ഇവളുടെ മനസ്സിൽ മുഴുവനും തെറ്റുകൾ മാത്രമാണല്ലോ. ഇതിലിപ്പോ എന്ത് തെറ്റാ ഉള്ളേ മഞ്ജരി? അതിനു മുമ്പ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് വലിയൊരു പ്രശ്നമായിരുന്നില്ലേ? അതുകൊണ്ടാണ് മേഘന അന്ന് മുമ്പിൽ വരാതിരുന്നത്.
അതൊരു തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലെന്നാണോ? ഉം. ആ സിറ്റുവേഷനിൽ നീയാണെങ്കിൽ പോലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ ആ കഥ സത്യമാണെന്ന് വിശ്വസിക്കുകയാണോ? അവള് ഭാസ്കറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കള്ളമാണെങ്കിലോ? മിഥുന്റെ മുന്നിൽ ഒരു സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി മേഘനെ അർജുനും കൂടി ഒന്നിച്ച് കെട്ടിച്ചമച്ച ഒരു കഥ ഉണ്ടാക്കിയതാണെങ്കിലോ? ഉം. അതങ്ങനെയാവില്ല. മേഘന പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് 100% ഉറപ്പ്. അവള് പറഞ്ഞത് കള്ളത്തരമല്ല എന്ന് അവളുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ കാര്യങ്ങൾ ആ രീതിക്കാണ് പോകുന്നതെങ്കിൽ മേഘനയ്ക്ക് ജനിച്ച കുട്ടി തന്നെ ആയിരിക്കും അല്ലേ ചക്കി? അങ്ങനെ ആവില്ല. അന്ന് മേഘന ചിക്കുവിനെ മാത്രം പ്രസവിച്ചതെന്ന് മേഘന അന്നേരം പറഞ്ഞത് കേട്ടില്ലേ? അവൾക്ക് ചക്കിയെക്കുറിച്ച് ഒന്നും അറിയില്ല. താങ്ക് ഗോഡ്. എനിക്ക് ഈ ഒരു കാര്യത്തെ മാത്രം ക്ലാരിറ്റി കിട്ടിയാൽ മതി. ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ചക്കിയുടെ അമ്മ ഈ പാർവതി തന്നെ ആയിരിക്കണമല്ലോ. ആ കാര്യത്തിൽ ക്ലാരിറ്റി വേണം. ആദ്യം ഈ കേസ് എങ്ങനെ പോകുന്നു നോക്കട്ടെ. ശരി മിഥുൻ, വിധി നമുക്ക് അനുകൂലമായി തന്നെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഞ്ജരി, മിഥുൻ എന്താ പറഞ്ഞത്? മേഘനെ ഫേവർ ചെയ്ത ആന്റി മിഥുൻ സംസാരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് സൂക്ഷിക്കുന്നതാ നല്ലത്. അത്രയ്ക്ക് പ്രശ്നമില്ല ആന്റി. അന്ന് താൻ പ്രസവിച്ചത് ചിക്കുനെ മാത്രമാണെന്നല്ലേ മേഘന വിശ്വസിച്ചിരിക്കുന്നത്. അതേ കാര്യം മിഥുനോടും അവൾ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിപ്പോ സേഫാ. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ കോട്ട് വീണ്ടും തുടങ്ങുമല്ലോ. അവസാനം അർജുൻ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ലാസ്റ്റ് ചക്കി മേഘനയുടെ മകളാണെന്ന് പറഞ്ഞാലോ? അതെങ്ങനെ നടക്കും ആന്റി? അതിനാദ്യം ചക്കി തന്റെ മകളാണെന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് മേഘനെങ്കിലും അറിയണമല്ലോ. മേഘനയ്ക്ക് അറിയാത്തൊരു സത്യം അവൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നാ? പറയാൻ പറ്റില്ല. മിഥുന് വേണ്ടി എന്ത് ചെയ്യാനും അവള് തയ്യാറാവൂ. എന്താണെങ്കിലും നീ കുറച്ച് സൂക്ഷിക്കുന്നതാ നല്ലത്. പരമശിവൻ ഖണ്ഡത്തിൽ കാളകൂട വിഷം സൂക്ഷിച്ച പോലെ ഇത്രയും വലിയ വിഷമങ്ങൾ നീ എന്തിനാ മോളെ ഒറ്റയ്ക്ക് ഇങ്ങനെ താങ്ങി നടന്നത്? നിന്റെ അമ്മയും മിഥുനും ഞാനും ഒക്കെ മൂന്നാറിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളോടൊന്നും ഒരു വാക്ക് പറയാതെ നീ അവിടെ തന്നെ അനാഥയായിട്ടാണോ ജീവിച്ചത്? എന്തിനാ മോളെ നീ അത്രേ സഹിച്ചത്? അന്ന് നിങ്ങളുടെ ആരുടെയും മുന്നിൽ വന്ന് നിൽക്കാനോ എന്തെങ്കിലും പറയാനോ ഉള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അച്ഛാ. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും അവിടെ പോയി അനാഥയായി ജീവിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒന്നുമില്ലെങ്കിലും വല്യമ്മയോടെങ്കിലും സംസാരിക്കായിരുന്നില്ലേ? അപ്പൊ എനിക്ക് ആരെയും കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നില്ല വിവേക്. എന്റെ പ്രശ്നങ്ങൾ ആരോടാ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോയി ഞാൻ. എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നല്ലേ ചേച്ചി? എന്തിനാ മറച്ചു വെച്ചത്? ഇതൊക്കെ എന്തിനാ മനസ്സിൽ വെച്ച് ഒറ്റയ്ക്ക് വിഷമിച്ചത്? പക്ഷെ നമ്മളിപ്പോ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടത് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒന്നുമല്ല അച്ഛാ, ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാ. അർജുൻ, ആ സരയുനിപ്പ് എങ്ങനെയുണ്ട്? അവര് വെറുതെ അഭിനയിച്ചതല്ലേ. വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തലകറങ്ങുന്നതായി അവിടെ നിന്ന് അഭിനയിച്ചതാ. അവരിനി എന്തൊക്കെ അഭിനയിച്ചാലും ശരി, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞേ പറ്റൂ. ഇന്ന് എന്തായാലും നമുക്ക് അനുകൂലമായി തന്നെ വിധി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ തെളിയിക്കേണ്ട കാര്യങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ലല്ലോ മേഘന. ആ സരയും മനഃപൂർവ്വം ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അവർക്ക് ആദ്യം മുതലേ നമ്മളോട് നല്ല പകയുണ്ടായിരുന്നു വലിച്ച. അവരെന്നും ബിസിനസ്സിൽ നമുക്ക് എതിരായിരുന്നില്ലേ? ലോയറിന്റെ എല്ലാ ചെലവും സരയുമാണ് നോക്കുന്നെങ്കിൽ ആ പാർവതി ഇങ്ങോട്ടേക്ക് അയച്ചതും ഇതുപോലെ സരയു തന്നെയായിരിക്കും. ഇതെല്ലാം അറേഞ്ച് ചെയ്തത് അവളാ, അതെനിക്ക് ഉറപ്പായി. എനിക്കെന്തോ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. വിവേക്, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നാ ശരിയേട്ടത്തി, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാം. കോടതി തുടങ്ങുമ്പോഴേക്കും തിരിച്ചെത്താൻ നോക്കണേ വിവേക്. നീ തിരിച്ചു വന്ന ഇൻഫർമേഷൻ പറഞ്ഞാലേ ഈ കേസിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വരൂ. ഏട്ടത്തി പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. മിഥുനോട് സംസാരിച്ചിരുന്നു മേഘന? എന്ത് കാര്യത്തെക്കുറിച്ച് അർജുൻ? അത് തന്നെ, ഈ മൂന്നാറിലെ ഭാസ്കറിന്റെ വീട്ടിലായിരുന്ന കാര്യത്തെക്കുറിച്ച്. അതെ മോളെ, ഇതിന്റെ സത്യാവസ്ഥ നീ ഇതിന് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന എപ്പോഴും നല്ലത്. ഓൾറെഡി ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അച്ഛാ.
കോടതിക്കുള്ളിൽ തന്നെ സംസാരിച്ചിരുന്നു. ഒരിക്കൽ കൂടി കാര്യങ്ങളൊന്ന് വിവരിച്ച് പറ ചേച്ചി. ഇനി ആ കാര്യത്തെ ചൊല്ലി നിങ്ങൾക്കിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പോയി സംസാരിക്കണം മേഘന. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലേ ഈ കേസ് ജയിക്കാനായിട്ട് സാധിക്കും. മിഥുന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യണം. ചെല്ല്. മാഡം, എനിക്കിപ്പോ സത്യത്തിൽ പേടിയാവുന്നുണ്ട്. വീട്ടിൽ പോയി അഭിനയിക്കാനല്ലേ മാഡം എനിക്ക് കാശ് തന്നത്. ഇപ്പൊ നോക്ക്, കോടതിയും മീഡിയൊക്കെ ആയിട്ട് ആകെ ബഹളായില്ലേ. അവരുടെ വക്കീലാണെങ്കിൽ ചോദ്യത്തിന് മുകളിൽ ചോദ്യം ചോദിച്ച് എന്നെ ആകെ ഉത്തരം മുട്ടിക്കായിരുന്നു. ഞാൻ ജഡ്ജിനോട് എന്നെ സത്യം പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ചെയ്താൽ ശിക്ഷ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. എനിക്കൊറ്റയ്ക്ക് എന്ത് ശിക്ഷ കിട്ടാനാ? കിട്ടുമ്പോ എല്ലാവർക്കും ഒന്നിച്ചെന്നെ കിട്ടുള്ളൂ. എന്റെ പേരെങ്ങാനും പുറത്ത് പറഞ്ഞ നിന്നെ ഞാൻ കൊന്നുകളയും. എന്താ മേഡം ഈ പറയുന്നേ? കാശിന്റെ ആവശ്യമുള്ളത് കൊണ്ടല്ലേ അഭിനയിക്കാന്ന് ഞാൻ സമ്മതിച്ചത്. എന്നിട്ടിപ്പൊ എന്നെ കൊന്നുകളയെന്നാണ് പറയുന്നത്. ഇപ്പൊ അതിന് എന്ത് സംഭവിച്ചു? ഇതുവരെ നമ്മൾ കേസൊന്നും തോറ്റിട്ടില്ലല്ലോ. എന്താ ലോയർ സർ, നമ്മളല്ലേ ജയിക്കാൻ പോകുന്നേ? അതിനിപ്പോ 50% ചാൻസേ ഉള്ളൂ. ആ അർജുൻ ഒരുപാട് പോയിന്റുകളാ നിരത്തിയത്. ഒരുപക്ഷെ നമ്മൾ ഈ കേസ് തോറ്റുപോയാൽ എന്തായിരിക്കും അവസ്ഥ? വേറെന്താവാൻ? കാശിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് പാർവതി ജയിലിലേക്ക് അയക്കേണ്ടി വരും. ഞാൻ തിരിച്ച് ഡൽഹിക്കും പോകും. സരയു മേഡത്തിന് തിരിച്ച് ഓഫീസിൽ പോയി അവരുടെ ബിസിനസ് നോക്കാം. അപ്പോ നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് എന്നെ മാത്രം കൊലക്ക് കൊടുക്കാന്നാണോ? നീ എന്തായാലും കാശിന് വേണ്ടിയില്ല ഇത്രയൊക്കെ ചെയ്തത്. നിനക്ക് വേണ്ട കാശൊക്കെ ഞങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ കൂടുതൽ തരാം. കുറച്ചുനാൾ ജയിലിൽ കിടന്ന് റെസ്റ്റ് എടുത്താന്ന് വിചാരിച്ചാ മതി. എന്താ ഈ പറയുന്നേ? അപ്പൊ എന്നെ ജയിലിലയക്കുന്നുള്ള കാര്യം ഉറപ്പായോ? അതുമാത്രമല്ല, ചിലപ്പോ ഭാഗ്യം കൊണ്ട് ഏതെങ്കിലും വഴിയിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാകുക. എന്തു പറയുന്നു? നിനക്ക് ഓക്കെ അല്ലേ? സമ്മതിക്കാതെ എനിക്ക് മറ്റു വഴിയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ആ മഞ്ചേരിയോട് സംസാരിച്ച് ഞങ്ങൾക്ക് കൂടുതൽ കാശ് വാങ്ങിത്തരണം. എന്നാലേ ന്യായത്തിലൊരു തുല്യത കാണും. മാഡം, ദേ അവര് വരുന്നുണ്ട്. എന്തു പറയുന്നു മിസ്റ്റർ ലോയർ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാ. കുറച്ച് കാശ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. അതെന്തിനാ? ഓൾറെഡി എല്ലാം കൊടുത്തതല്ലേ? അത് അഡ്വാൻസ് മാത്ര. ബാലൻസ് പേയ്മെന്റ് ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യണം. എന്താ സാറേ ഇത്? ബാലൻസ് എമൗണ്ട് വേണമെന്ന് പറയുന്നു. ഇനിയും എത്ര രൂപയാ ചോദിക്കുന്നേ? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ ചെലവ് കുറച്ച് കൂടുതലായിരിക്കും. എത്രയാണെങ്കിലും കുഴപ്പമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പറഞ്ഞാലോ? ശരി, ആദ്യം കേസ് ജയിക്കാൻ നോക്ക്. കാശിന്റെ കാര്യമൊക്കെ അപ്പം നോക്കാം. മാഡം, നിങ്ങളെല്ലാരും കൂടെ ഒന്നിച്ചു നിന്ന് എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ശരി, സമയായി. നമുക്ക് അകത്തേക്ക് പോവാം. ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപ് എന്റെ കാശ് ക്രെഡിറ്റ് ആയിരിക്കണം. നോക്ക് മാഡം, കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് ഞാൻ ജയിലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായാൽ എന്റെ കാശിന്റെ ഇരട്ടി എന്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം. നിനക്കെല്ലാം മനസ്സിലായാലോ മഞ്ജരി? വേഗം കാശ് റെഡിയാക്കാൻ നോക്ക്. എന്താ എന്റെ ഇവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? കാശ് കൊടുക്കില്ലെന്ന് അവരോട് പറഞ്ഞില്ലല്ലോ. ഒരു കാര്യമില്ലാതെ എടുത്ത് ചാടിയതുകൊണ്ട് നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാവണമെന്ന് അവര് പറയുന്നത്. എനിക്ക് ഈ കേസ് ജയിച്ചാൽ മതി ആന്റി. കാശ് ഞാൻ ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്തോളാം. അകത്തേക്ക് പോവാം. കേസിന്റെ കാര്യത്തിൽ ഇപ്പോ ഒരു ഗ്യാരണ്ടി ലോയർ പറയുന്നില്ല. ഒരു പക്ഷേ ഇനി കേസ് തോറ്റുപോയാലും നിങ്ങൾ റെഡി ആയിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത ആ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോകണം. നിങ്ങൾ പോയിക്കോ. ഓക്കെ മാഡം. മാഡം, കേസ് ജയിച്ചാൽ മാത്രം കുട്ടി എടുത്താ പോരെ? ആവശ്യമില്ലാത്ത റിസ്ക് വേണോ? റിസ്ക് എനിക്കല്ലല്ലോ, മഞ്ജരിക്കല്ലേ. ഈ റൗഡികൾക്കുള്ള പേയ്മെന്റും അവള് കൊടുക്കണം. മഞ്ചേരിക്ക് നല്ലൊരു പണിയാ കൊടുത്തത് മാഡം. ഇന്ന് രാത്രി ആവുമ്പോഴേക്കും മഞ്ചേരിയുടെ ബാങ്ക് ബാലൻസ് കാലിയായിക്കോളും. മിഥുനേട്ടാ, ഐ എം റിയലി സോറി മിഥുനേട്ടാ. എന്തിനാ? അത് ഞാൻ മൂന്നാറിൽ ഭാസ്കരേട്ടന്റെ വീട്ടിലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരോടും മറച്ചു വെച്ചില്ലേ. മാത്രല്ല, ഇന്ന് കോടതിയിൽ ആ സത്യങ്ങളൊക്കെ പറയേണ്ടി വരുമെന്ന് എനിക്ക് ഇന്നലെ തന്നെ അറിയായിരുന്നു മിഥുനേട്ടാ. രാത്രി തന്നെ ഇതൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ.
പക്ഷേ കോടതിയിൽ നീതിദേവതയുടെ മുന്നിൽ വെച്ച് ഈ സത്യങ്ങൾ പറയുകയാണെങ്കിൽ അതിലെ സത്യങ്ങൾ മിഥുനേട്ടന് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞത്.